الحمد لله الحمد لله الرحمن الرحيم وسعت رحمته الخلائق أجمعين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا رسول الله اللهم صل وسلم وبارك عليه وعلى آله وعباده الصالحين أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനുമായ റഹ്മാനും റഹീമുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. പിന്നെയും ഒരു പുണ്യ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഖൈറു യൗമിൻ തലഅത് അലൈഹി ഷംസ് ജുമുഅ ദിവസം വീണ്ടും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഖൈറും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം റഹ്മാനായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വളരെ സർവ്വസാധാരണമായി നമ്മൾ പറയുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഷയമാണ് ഖുത്ബയിലൂടെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വീണ്ടും ഉണർത്തുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ ഉന്നതമായ നാമഗുണങ്ങളിൽപ്പെട്ടതാണ് റഹ്മാനും റഹീമും. ഏറ്റവും വിശേഷപ്പെട്ട നാമങ്ങൾ മലയാളത്തിൽ പൂർണ്ണമായി അതിൻ്റെ അർത്ഥം പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. കാരുണ്യവാൻ, കരുണാവാരിധിയായവൻ, കാരുണ്യത്തിൻ്റെ ആഴമറിയാത്ത കരയറിയാത്ത വലിയ സമുദ്രമാണ് എന്നൊക്കെ പറയാം. വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് അതിൻ്റെ തുടക്കം, അതിലേക്ക് പ്രവേശിക്കുന്ന ആ പേരാണല്ലോ സൂറത്തുൽ ഫാത്തിഹ. അതിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. എത്രയാണ് നമ്മളത് ചൊല്ലിപ്പോകുന്നത്. ഏതൊരു നല്ല കാര്യവും അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുക. എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യമുള്ള കർമ്മമാണ് ഖുർആൻ പാരായണം. അതുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ബിസ്മി ചൊല്ലിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. അവിടെയൊക്കെ റഹ്മാനും റഹീമും ആവർത്തിച്ചു വരുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു, വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തുകയാണ്. അനുഗ്രഹീതമായ ഈ വചനങ്ങൾ, ഈ ഗ്രന്ഥം നാമാണ് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിന്തുടരുക, പിൻപറ്റുക. പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കി ബോധ്യപ്പെട്ടുകൊണ്ട് അത് നിങ്ങളുടെ മുന്നിൽ അതിനെ നിർത്തുക. നിങ്ങൾ അതിൻ്റെ പിന്നിൽ നിങ്ങൾ അണിനിരക്കുക. വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ, അങ്ങനെ ഖുർആൻ മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പകർത്തിയിട്ട് നിങ്ങൾ തഖ്വ ഉള്ളവരാവുക, ധർമ്മനിഷ്ഠയുള്ളവരാവുക. എന്തൊക്കെ സൃഷ്ടാവായ നാഥൻ വിലക്കിയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. എവിടെയൊക്കെ നിങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഉണ്ടാവാൻ ശ്രമിക്കുക. പാടില്ല എന്ന് പറഞ്ഞെടുത്തെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, അപ്പോൾ ഖുർആൻ പഠിക്കുകയും അത് പിൻപറ്റുകയും
അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ, അവൻ്റെ വിധിവിലക്കുകളെ പാലിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാരുണ്യമുണ്ടായേക്കാം, അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ലഅല്ലക്കും തുർഹമൂൻ. പരിശുദ്ധ ഗ്രന്ഥം തൻസീലും മിനർ റഹ്മാനിർ റഹീം, വിശുദ്ധ ഖുർആൻ റഹ്മാനും റഹീമുമായ രക്ഷിതാവിൻ്റെ പക്കൽ നിന്നും അവതരിച്ചിട്ടുള്ള വചനങ്ങളാണ്. ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങളിൽ പ്രധാനമായി, ഏറ്റവും പ്രധാനമായി വിശുദ്ധ ഖുർആനും അതിൻ്റെ ജീവിത ആവിഷ്കാരമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുമാണ്, ചര്യയുമാണ് ഖുർആനും സുന്നത്തും. ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണമായി ജീവിച്ചു കാണിച്ചു തന്ന പ്രവാചകരും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വിശുദ്ധ ഗ്രന്ഥം വചനങ്ങൾ അവതരിപ്പിച്ചതുപോലെ തന്നെ പ്രവാചകരെ നിയോഗിച്ചതും കാരുണ്യമാണ്. ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല, പ്രവാചകരായി നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിത്തറയായി നമ്മൾ കാണുന്ന, മനസ്സിലാക്കേണ്ടുന്ന രണ്ട് പ്രമാണങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, റഹ്മത്താണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഉദാഹരണങ്ങൾ തെരഞ്ഞു പോവേണ്ടതുണ്ടോ? നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നമ്മുടെ ജന്മവും ജീവിതവും ജീവിതത്തിലെ സകല കാര്യങ്ങളും ആരുടെയും അവകാശം കൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഒരു വോട്ടർ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ പേരെഴുതി ഇത്ര മക്കൾ വേണം, ഇത്ര കുട്ടികൾ വേണം, ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായതാണോ മനുഷ്യരുടെ ജന്മം? ആരുടെയെങ്കിലും അവകാശമാണോ? അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്. ആ കാരുണ്യത്തെ, റഹ്മത്തിനെ അറിയുകയും അതിന് ശുക്റുള്ളവരായി തീരുകയും വേണം. അള്ളാഹുവിൻ്റെ വിശേഷപ്പെട്ട നാമങ്ങൾ റഹ്മാനും റഹീമും അത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും നന്ദിയും വിനയവും കാണിച്ചുകൊണ്ട് കൂടുതൽ അവൻ്റെ കാരുണ്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കരുതലോടെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് നീങ്ങുകയും വേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശവും ഭൂമിയും നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ബോധ്യമാവുന്ന, ബന്ധപ്പെടുന്ന ഈ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ ദൃഷ്ടാന്തങ്ങളും അവന്റെ കാരുണ്യമാണ്. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർള്. ഭൂമിയിൽ എന്തെല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, നിങ്ങൾ കാണുന്നില്ലേ? സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. വൽ ഫുൽക തജ്രി ഫിൽ ബഹർ. കടലിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കപ്പലാണെങ്കിലും മറ്റെന്ത് പേരാണെങ്കിലും വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ എത്രയോ ഭീമാകാരങ്ങളായ വലിയ ഭാരം താങ്ങിക്കൊണ്ട് കപ്പലുകൾ സഞ്ചരിക്കുകയാണ്, നിങ്ങൾ വാഹനമായി ഉപയോഗിക്കുകയാണ്. അള്ളാഹു എന്തെല്ലാമാണ് നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നത്? അതെല്ലാം ബി അംരിഹി, അവന്റെ കൽപ്പന പ്രകാരമാണ്, അവന്റെ നിശ്ചയപ്രകാരമാണ്. വയുംസിക്കു സമാഅ അൻ തഖഅലൽ അർദ്. രക്ഷാകവചമായി ഭൂമിക്ക് ചുറ്റും ആകാശത്തെ, ഭൂമിക്ക് മേൽ വീണു തകർന്നു പോകാതെ അവൻ താങ്ങി നിർത്തിയിരിക്കുന്നു, കാത്തു സൂക്ഷിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതെല്ലാം ഇല്ലാ ബിഇദ്നിഹി, അവൻ്റെ തീരുമാനപ്രകാരമല്ലാതെ, അവൻ്റെ അനുവാദത്തോടു കൂടിയല്ലാതെ അതൊന്നും നടക്കുന്നില്ല. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. എന്താ കാര്യം? അള്ളാഹു ജനങ്ങളോട് അങ്ങേയറ്റം കൃപയുള്ളവനാണ്, കരുണ ചൊരിയുന്നവനാണ്. അവൻ റഹ്മാനും റഹീമുമാണ്. എല്ലാ അടയാളങ്ങളും നമ്മൾ ആസ്വദിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ഉപയോഗിച്ചു പോരുന്ന എല്ലാ കാര്യങ്ങളിലും റഹ്മാനായ റഹീമായ റബ്ബ് തമ്പുരാന്റെ കൃപയാണ്, കാരുണ്യമാണ്, ഔദാര്യമാണ് നമ്മളെപ്പോഴും കാണേണ്ടത്. പ്രവാചകന്മാരെല്ലാവരും പ്രാർത്ഥിച്ചു അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബിഗ്ഫിർലി വലി അഖി വദ്ഖിൽനാ ഫീ റഹ്മതിക വഅൻത അർഹമുർ റഹീമീൻ. എന്നെയും എൻ്റെ സഹോദരനെയും ഹാറൂൻ നബിയെയും നിന്റെ റഹ്മത്തിൽ ചേർക്കണമേ എന്ന പ്രാർത്ഥന. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന,
മറ്റു പ്രവാചകർക്കൊന്നും നൽകാത്ത വലിയ അധികാരവും സൗകര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ള ദാവൂദ് നബിയും സുലൈമാൻ നബിയും. സുലൈമാൻ നബിയുടെ പ്രാർത്ഥന, വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ നല്ലവരായ ദാസന്മാരിൽ, നല്ല മനുഷ്യന്മാരിൽ നീ എന്നെ ചേർക്കണം. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ധാരാളമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തിൻ മൻ സിവാക്, നീ അല്ലാത്ത എല്ലാവരുടെയും ഒത്താശകൾ, പരിഗണനകൾ ഒന്നും ആവശ്യമില്ലാത്ത വിധത്തിൽ നിന്റെ കാരുണ്യം എനിക്ക് നൽകണമേ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് വെറുതെ ചൊല്ലിപ്പോകുന്ന പേരുകൾ മാത്രമല്ല, മറിച്ച് അതിൻ്റെ ആശയം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുണ്ടായി, സദ്ദിദു വഖാരിബു വഅബ്ശിറു, നിങ്ങൾ അടുത്ത് നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക. സഫ് ശരിയാക്കുന്നിടത്തും കൂട്ടുജീവിതത്തിലുമൊക്കെ ഒരുമയുണ്ടാവുക. എന്നിട്ട് നിങ്ങൾ സന്തോഷം അറിഞ്ഞുകൊള്ളണം. എന്താണ്? ഫഇന്നഹു ലൻ യുദ്ഖിലൽ ജന്നത അഹദൻ അമലുഹു, ഒരു മനുഷ്യനെയും അവൻ്റെ അമല് സ്വർഗത്തിൽ എത്തിക്കുകയില്ല. ഒരാളുടെ അമലുകൾ ജീവിതകാലം മുഴുവൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് മതിയാവുകയില്ല. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, വഅൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അപ്പൊ താങ്കളും? അവിടുന്ന് അരുളി, എന്താണ്? വലാ അന, ഞാനും അങ്ങനെ തന്നെ. അമല് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോവാൻ സാധ്യമല്ല. ഇല്ല അൻ യതഗമ്മദനില്ലാഹു മിൻ ബിറഹ്മത്തിൻ, ഇല്ല അൻ യതഗമ്മദനില്ലാഹു മിൻഹു ബിറഹ്മത്തിൻ. കരുണാമയനായ തമ്പുരാൻ, റഹീമും റഹീമായ തമ്പുരാൻ, റഹ്മാനായ തമ്പുരാൻ അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ, എന്നിൽ അവൻ കാരുണ്യം ചൊരിഞ്ഞെങ്കിലല്ലാതെ സ്വർഗത്തിൽ പോവാൻ, പ്രവേശിക്കാൻ സാധ്യമാവുകയില്ല. വലിയ വിഷയമാണ്. അപ്പം അത് നിസ്സാരമായി കാണുകയും റഹ്മത്തിന് വേണ്ടി തേടാതിരിക്കുകയും ഉള്ളതിൽ മതിമറന്നുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യാതെ ധിക്കാരത്തിൻ്റെ അവസ്ഥയിലേക്ക്, ഭാവത്തിലേക്ക് എത്തിപ്പോകുന്നതും പേടിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഒരു വചനം വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, വറഹ്മതി വസിഅത് കുല്ല ശൈ, എൻ്റെ കാരുണ്യം എല്ലാത്തിലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു. ഓരോന്നിൻ്റെയും പിറവിയും ജീവിതവും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, അനക്കവും അടക്കവും ഉറക്കവും അധ്വാനവും സമ്പാദ്യവും എന്തെല്ലാം ഉണ്ട് ജീവിതത്തിൽ, എല്ലാത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യം നിറഞ്ഞു നിൽക്കുകയാണ്. അത് മനസ്സിലാക്കണം. ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഒരു വചനം, തീർച്ചയായും എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കോപവും അച്ചടക്ക ലംഘനവും അനിഷ്ടകരമായ കാര്യങ്ങളും കുറ്റകൃത്യങ്ങളിലുമൊക്കെ മുഴുകുന്ന അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് ഗൗരവമായി പറഞ്ഞിട്ടുണ്ട്, നടപടിയെക്കുറിച്ച് കർശനമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റഹ്മാനും റഹീമും അതിൻ്റെ എല്ലാം മേലെയാണ്. എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു. കാരുണ്യമാണ് ഏറ്റവും കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ പല രീതിയിൽ പല ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ, പല വചനങ്ങളും കേട്ടുപോകുമ്പോഴൊക്കെ തെറ്റിപ്പോയല്ലോ, പറ്റിപ്പോയല്ലോ എന്നുള്ള ബേജാറ് പലപ്പോഴും സത്യവിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടാവും സ്വാഭാവികമായും. ഖുർആനിൽ ഒരു വചനം ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് കാണാം, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഗഫൂറുർ റഹീം. എൻ്റെ അടിമകളായ, എൻ്റെ സൃഷ്ടികളായ മനുഷ്യർ, നിങ്ങൾ പലതും ചെയ്തു കൂട്ടിയിട്ട് അതിരുവിട്ടും അതിക്രമമായും തെറ്റുകുറ്റങ്ങൾ ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടരുത്. ഇനി എന്നോട് പൊറുക്കുമോ, അള്ളാഹു എനിക്ക് മാപ്പ് തരുമോ, നിങ്ങൾ നിരാശപ്പെടരുത്, അങ്ങനെ ഭയപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അവൻ പുറത്തു തരും. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്.
അവനിൽ പങ്കു ചേർക്കുന്ന, ശിർക്ക് ചെയ്യുന്ന, അതിൽ പശ്ചാത്തപിക്കണം, തൗബയുണ്ടാവണം. അല്ലാത്തതെല്ലാം അവനോട് പ്രാർത്ഥിച്ച് അവന്റെ റഹ്മത്തും നിഅമത്തും കൊണ്ട് അതെല്ലാം മാപ്പായി കിട്ടുന്ന, അഫ്വ് കിട്ടുന്ന, സ്വാഭാവികമായും കരുണ ചൊരിയുന്നവനാണ് അവൻ. എല്ലാ പാപങ്ങളും അവൻ പൊറുക്കും. ഇന്നഹു വൽ ഗഫൂറുർ റഹീം. ആശ്വാസത്തിന്റെ വചനം. തീർച്ചയായും അവൻ അങ്ങേയറ്റം പൊറുത്തു തരുന്നവനും അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനുമാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് ജയിക്കുന്ന, എല്ലാ കുറവുകളും പിഴവുകളും മാപ്പായി കിട്ടുന്ന, പൊറുത്തു കിട്ടുന്ന ഭാഗ്യവാന്മാരായ അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسوله الأمين والعاقبة للمتقين أما بعد عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി റഹ്മാനും റഹീമുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരായി ധർമ്മനിഷ്ഠയുള്ള മുത്തക്കികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ്റെ സ്വാഭാവികമായും ഉണ്ടാവുന്ന സങ്കടങ്ങൾ, പേടി, ആശങ്കകൾ, പലതരം ബേജാറുകൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാതെ പോകുമോ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ പൊറുക്കപ്പെടാതെ പോകുമോ എന്നുള്ള പേടി, ഇതിനെക്കുറിച്ചെല്ലാം ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ പറഞ്ഞു. റഹ്മാനായ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അസ്സത്താർ, അബ്ദുസ്സത്താർ, സത്താറിൻ്റെ ദാസൻ എന്ന് പേരിടാറുണ്ടല്ലോ. എന്തെല്ലാം തെന്മകളാണ്, എന്തെല്ലാം കുറവുകളാണ്, എന്തെല്ലാം പോരായ്മകളാണ്, അപമാനകരമായ, കുറ്റകരമായത് ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത്, വന്നു ഭവിക്കുന്നത്. അതൊന്നും പരസ്യപ്പെടുത്താതെ, വേറെ ആരെയും അറിയിക്കാതെ എല്ലാം മറച്ചു വെക്കുന്നു സത്താറായ റഹ്മാനായ റഹീമായ തമ്പുരാൻ. മാത്രല്ല അതെല്ലാം പൊറുത്തു തരുന്നു. എന്നിട്ട് പിന്നെയും പിന്നെയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിരുകളില്ലാത്ത റഹ്മത്തിന്റെയും നിഅമത്തിന്റെയും ഉദാഹരണങ്ങൾ. അതിന് നന്ദിയുള്ളവരാവണം. ഒരു വചനത്തിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മാമിൻ ഷൈഇൻ യുസീബുൽ മുഅ്മിന ഹത്ത ശൗഖതു തുസീബുഹു. സത്യവിശ്വാസിക്ക് ഏൽക്കുന്ന പ്രയാസങ്ങൾ, വിപത്തുകൾ എന്തെല്ലാം ആവട്ടെ, ഒരു കാലിനൊരു മുള്ളു കുത്തുന്നത് പോലും ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ ഹസനതൻ ഔ ഹുത്തത് അൻഹു ബിഹാ ഖതിയ. ഒരു വേദന സഹിക്കേണ്ടി വരിക, ഒരു മുള്ളു കുത്തി, അതിൻ്റെ പേരിൽ അത് സഹിക്കുന്നു, അത് ക്ഷമിക്കുന്നു, വിധിയിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്നു. അങ്ങനെയുള്ള സത്യവിശ്വാസിക്ക് ആ ഒരു ചെറിയ വേദന അനുഭവിക്കുന്നതിൻ്റെ പേരിൽ പോലും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അവൻ്റെ നന്മകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒന്നും ചെയ്യാതെ ഒരു വേദന സഹിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം രോഗങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും പ്രതിസന്ധികളുമൊക്കെ, അവിടെയൊക്കെ സബറിൻ്റെ പുണ്യം നേടാൻ വേണ്ടി ശ്രമിക്കുക. അത് അള്ളാഹുവിൻ്റെ കാരുണ്യമായി ലഭിക്കുന്നതാണ്. മറ്റൊരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അള്ളാഹു കാരുണ്യം എന്ന തൻ്റെ ഏറ്റവും വലിയ ഗുണമായ റഹ്മാനും റഹീമുമായ റബ്ബിൻ്റെ കാരുണ്യം എന്ന വിശേഷണം, അവൻ്റെ ആ സമ്മാനം അത് 100 വീതിച്ചു. എന്നിട്ട് അതിൽ ഒന്ന് മാത്രമാണ്, 1% 100% മാത്രമാണ് ഭൂമി ലോകത്തേക്ക് എല്ലാവർക്കുമായി നൽകിയിട്ടുള്ളത്. മനുഷ്യരും മറ്റ് ജന്തുക്കളും ജീവജാലങ്ങളും എല്ലാം പരസ്പരം സ്നേഹവും കാരുണ്യവും കാണിക്കുന്നതല്ല. ഈ 100% ഭൂമിയിലേക്ക് എല്ലാവർക്കുമായി നൽകിയതിൻ്റെ അതിൽ നിന്നുമാണ്, അതിൻ്റെ അംശം പറ്റിയിട്ടാണ്. ബാക്കി റഹ്മത്തിൻ്റെ 99% അവൻ്റെ പക്കൽ വെച്ചിരിക്കുകയാണ്. ഫഅംസക ഇൻദഹു 99
വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ ഫമിൻ ദാലികൽ ജുസ്ഇ തതറാഹമുൽ ഖലാഖി. എല്ലാ സൃഷ്ടിജാലങ്ങളും പരസ്പരമുള്ള ഉമ്മയും മക്കളും മാതാപിതാക്കളും മക്കളും മറ്റ് ജന്തുലോകത്തൊക്കെ കാണുന്ന എന്തെല്ലാം കാരുണ്യത്തിൻ്റെ, ലാളനയുടെ, സംരക്ഷണത്തിൻ്റെ, ഇതെല്ലാം ഈ 100-ൽ അംശത്തിൻ്റെ ഭാഗം വീതിച്ചിട്ടാണ് എല്ലാവരും അത് ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രമാണ് റഹ്മാനും റഹീമുമായ തമ്പുരാന്റെ കാരുണ്യം, അവന്റെ കൃപ. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുടുംബം രൂപപ്പെടുമ്പോൾ, അങ്ങനെ സമൂഹത്തിന്റെ സംവിധാനം ഉണ്ടാവുമ്പോൾ, ഒരു ജനതയുടെ പിറവി, അതിന്റെ തറക്കല്ലായ കുടുംബം, ആ കുടുംബത്തിൽ അവൻ റഹ്മാനായ തമ്പുരാൻ സ്നേഹവും കാരുണ്യവും നിറച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ദാമ്പത്യം തുടങ്ങുന്നത്. സ്നേഹം പലപ്പോഴും പകരത്തിന് പകരവുമായി പോവാറുണ്ട്. കാരുണ്യം അങ്ങനെയല്ല, അത് കൃപയാണ്, പകരത്തിനല്ല. ഒരു മാതാപിതാക്കളിൽ ആരും ഈ മക്കളെ കൊണ്ട് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഒന്നിനും സാധ്യമല്ലാത്ത അംഗവൈകല്യങ്ങളാൽ പിറന്ന അതേ പടിയിൽ കിടക്കുന്ന, രാവും പകലും ഉറക്കമൊഴിച്ച് നോക്കേണ്ടി വരുന്ന മക്കളോട് പോലും മാതാപിതാക്കൾ കാരുണ്യം കാണിക്കുന്നു. അതെന്താണ്? പകരം ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. കാരുണ്യം എന്ന വികാരമാണ്, കാരുണ്യം എന്ന മഹത്തായ അനുഗ്രഹമാണ്. അത് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. അവനാണ് ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ നിറകുടമാണ്, കരുണാവാരിധിയാണ്. അവൻ്റെ റഹ്മത്തിന് വേണ്ടി തേടുകയും അവൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവും അതിന് നന്ദിയുള്ളവരാവുകയും വിനയം കാണുകയും ശുക്ർ കൊണ്ട് സുജൂദിൽ വീഴുകയും വേണം. അങ്ങനെയാണ് പിന്നെയും പിന്നെയും അവൻ്റെ കാരുണ്യം നേടാൻ സാധിക്കുന്നത്. മറ്റുള്ളവരോട് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒത്താശകളെ, വാത്സല്യം, കൃപ, കാരുണ്യം കാണിക്കുകയും ചെയ്യണം. നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ഉള്ളതിനനുസരിച്ച് കൊടുക്കാനും നമ്മൾ തയ്യാറാവണം. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. പരസ്പരം കരുണ കാണിക്കുന്നവർ, മറ്റുള്ളവർക്ക് ഒത്താശകൾ ചെയ്യുന്നവർ, പകരം ഒന്നും വിചാരിക്കാതെ ആവശ്യപ്പെടാതെ ഉള്ളത് കൊണ്ട് സഹായിക്കാൻ തയ്യാറുള്ള റഹ്മത്ത്, കാരുണ്യം, അത് ജീവിതത്തിൽ കാണിക്കുന്നവർ, പ്രാവർത്തികമാക്കുന്നവർ, അവരോട് ആകാശത്തിലുള്ള റഹ്മാനും റഹീമുമായ തമ്പുരാൻ അവന്റെ കാരുണ്യം അവർക്ക് ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് വല്ലാത്തൊരു വിഷയമാണ്. ഒരു വലിയ എന്നാൽ പുതുമ തോന്നാത്ത ഒരു വലിയ വിഷയമാണ്. ആ റഹ്മത്ത് നഷ്ടപ്പെടാതിരിക്കാൻ, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി കരുതലോടെ നമ്മളാലാവുന്ന ഒത്താശകൾ, നമ്മളാലാവുന്ന കാരുണ്യം, സഹായം, സഹകരണം, സ്നേഹമായ സമീപനങ്ങൾ, സന്തോഷകരമായ വാക്കുകൾ, മറ്റുള്ളവരോട് അങ്ങനെ പെരുമാറാൻ ശ്രമിക്കുക. ഉള്ളത് കൊണ്ട് ഒത്താശകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഒരാള് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യൻ്റെ അടുത്തുനിന്ന് സ്നേഹം കിട്ടുന്നില്ല, കുറഞ്ഞു പോകുന്നു എന്നുള്ള കേസ് പറയാൻ വേണ്ടി വന്നു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ലൈസ കുല്ലുൽ ബുയൂതി തുബ്നാ അലൽ ഹുബ്. പൊന്നു ചങ്ങാതി, വീടും കുടുംബവും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നതും തുടർന്നു പോകുന്നതും ഒക്കെ സ്നേഹത്തിന്റെ മേൽ മാത്രമല്ല, പിന്നെയോ അതിലുപരിയായി കാരുണ്യമുണ്ട്. കാരുണ്യം ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ടും എന്നല്ല, മറിച്ച് ഒന്നും പകരം ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് അതിന് നന്ദിയായി മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കൾ, മാതാപിതാക്കൾ, എല്ലാവരും മാതാപിതാക്കളോട് കരുണയുള്ളവരാവുക. റബ്ബി റഹംഹുമാ കമാ റബ്ബിയാനി സഗീറ. അതാണ് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ഇർഹംഹുമാ, എൻ്റെ മാതാപിതാക്കളോട് നീ എന്ത് വേണം? റഹ്മത്ത് അവർക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണമേ. എന്നിട്ടോ അതിൻ്റെ ബാക്കിയുണ്ട്, കമാ റബ്ബയാനി സഗീറ. കുഞ്ഞുനാളിൽ ഒന്നിനും പറ്റാതെ കരയാൻ മാത്രം അറിയുന്ന അവസ്ഥയിൽ പിറന്നു വീണ എന്നെ അവർ താലോലിക്കുകയും പരിപാലിക്കുകയും ചെയ്തതുപോലെ, പാലൂട്ടുകയും താരാട്ടുപാടുകയും ഒക്കെ ചെയ്തതുപോലെ, അത് എത്രയാണ് എങ്ങനെയാണെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. ഓർമ്മ വെക്കുന്നതിന് മുമ്പേ അത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കമാ, പടച്ചോന്റെ അടുത്തേക്ക് വിടുകയാണ്. എങ്ങനെയാണ് അവരെന്നെ പരിപാലിച്ചത് അതുപോലെ എത്രയാണെന്ന് പറയാൻ ഒരു മനുഷ്യനും സാധ്യമല്ല.
അങ്ങനെയുള്ള മാതാപിതാക്കളോട് കരുണ കാണിക്കുക. അക്കവും അക്ഷരവും ഓത്തും എഴുത്തും എല്ലാം പഠിപ്പിച്ചിരുന്ന ഗുരുനാഥന്മാരോട് കരുണയുള്ളവരാവുക. അധികാരികളോടും ഉത്തരവാദപ്പെട്ടവരോടുമൊക്കെ കാരുണ്യത്തോടു കൂടി പെരുമാറുക. അച്ചടക്കത്തോടും അനുസരണത്തോടും കൂടിയുള്ള നിലപാട് സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം റബ്ബ് തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ارحم أمواتنا يا رحمن وعاملهم بالرحمة والإحسان واملئ قبورهم رحمة واجعل حسابهم رحمة وثقل موازينهم برحمتك وادخلهم الجنة بمنتك يا رب العالمين. اللهم احفظ دولة الإمارات بحفظك وتولها برعايتك. اللهم احفظ بحفظك شيوخ الإمارات والقادة المؤسسين ورئيس الدولة وأدم عليه لباس السداد والحكمة ووفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك يا رب العالمين. اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أغثنا اللهم أغثنا اللهم أغثنا. اللهم إنا نستغفرك إنك كنت غفارا فأرسل السماء علينا مدرارا. اللهم أسقنا غيثا مغيثا هنيئا مريئا تحيي به البلاد وترحم به العباد وتجعله قوة وبلاغا إلى حين. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.